വയനാട്ടിൽ 30 ലക്ഷത്തിലധികം തുക ചെലവഴിച്ച് ടൂറിസം വകുപ്പ് നിർമ്മിച്ച കെട്ടിടം കഴിഞ്ഞ 9 വർഷമായിട്ടും ആർക്കും ഒരു ഉപകാരവുമില്ലാതെ കിടക്കുകയാണ്. അമ്പലവയൽ നെല്ലാറച്ചാൽ എന്ന ടൂറിസം കേന്ദ്രത്തിനടുത്താണ് ഈ കെട്ടിടമുള്ളത്. റവന്യൂ വകുപ്പും ടൂറിസം വകുപ്പും തമ്മിലുള്ള തർക്കമാണ് വിലങ്ങുതടിയായത്. നാശത്തിന്റെ വക്കിലാണ് ഇപ്പോൾ ഈ കെട്ടിടം. വയനാടിന്റെ ടൂറിസം ഭൂപടത്തിൽ ശ്രദ്ധേയമായിക്കൊണ്ടിരിക്കുന്ന പ്രദേശമാണ് അമ്പലവയൽ പഞ്ചായത്തിലെ നെല്ലാറച്ചാൽ വ്യൂ പോയിന്റ്. ഇവിടേക്ക് എത്തുന്ന സഞ്ചാരികൾക്ക് യാതൊരു തരത്തിലുള്ള അടിസ്ഥാന സൗകര്യവും നിലവിലില്ല. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇവിടെ കണ്ണായ സ്ഥലത്ത് ഒരു കെട്ടിടം നോക്കുകുത്തിയായി നിലകൊള്ളുന്നത്. വിനോദസഞ്ചാരികൾ ഒഴുകുന്ന വയനാട്ടിലെ പ്രധാന ടൂറിസം കേന്ദ്രമാണ് ഇപ്പോൾ നെല്ലാറച്ചാൽ വ്യൂ പോയിന്റ്. അവധി ദിവസങ്ങളിൽ ഇവിടുത്തെ തിരക്ക് അത്രമാത്രമുണ്ട്. കാരാപ്പുഴ അണക്കെട്ടിനോട് ചേർന്നാണ് ഈ വ്യൂ പോയിന്റ് ഉള്ളത്. വ്യൂ പോയിന്റിൽ നിന്ന് 1 കിലോമീറ്റർ മാത്രം അകലെ നെല്ലാറച്ചാൽ കവലയിലാണ് ഇത്തരമൊരു കെട്ടിടം സഞ്ചാരികൾക്കോ നാട്ടുകാർക്കോ പ്രയോജനപ്പെടാതെ കിടക്കുന്നത്. ഒരു ഹാൾ, 2 കെട്ടിടങ്ങൾ, ഒപ്പം ശുചിമുറികൾ എല്ലാമുണ്ട്. ഇത്ര കാലമായിട്ടും വെറുതെ കിടക്കുന്നതിനാൽ തറ തകർന്നു തുടങ്ങി. ജനൽ ചില്ലുകൾ പൊട്ടിപ്പൊളിഞ്ഞു, ശുചിമുറി നശിച്ചു. 9 വർഷമായിട്ടും ഒരാൾക്കും ഒരു ഗുണവുമില്ലാതെ ഒരു കെട്ടിടം. 2014 സുൽത്താൻ ബത്തേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്ന AS വിജയ മുൻകൈ എടുത്തുകൊണ്ടാണ് ഈ പ്രദേശത്തേക്ക് ഇങ്ങനൊരു ബിൽഡിംഗ് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ തുടർന്ന് വന്ന ഭരണാധികാരികളും DTPCയും ഇതിന് വേണ്ട മുൻകൈ എടുക്കാത്തതിനാലാണ് ഈ ബിൽഡിംഗ് ഇന്നും ഒരു അനാസ്ഥയുടെ മുഖമായിട്ട് ഇവിടെ നെല്ലാറച്ചാലിൽ നിൽക്കുന്നത്. റവന്യൂ വകുപ്പിന്റെ സ്ഥലത്ത് DTPCയാണ് കെട്ടിടം നിർമ്മിച്ചത്. നെല്ലാറച്ചാലിൽ എത്തുന്നവർക്കുള്ള വിശ്രമ കേന്ദ്രമായിരുന്നു വിഭാവനം ചെയ്തത്. ഇരു വകുപ്പുകളും തമ്മിലുള്ള തർക്കത്തോടെ കെട്ടിടം തുറന്നു കൊടുക്കാനുള്ള ശ്രമം സാങ്കേതിക കുരുക്കിലായി. ജില്ലാ വികസന സമിതി യോഗങ്ങളിൽ ഈ വിഷയം സജീവ ചർച്ചയായിരുന്നു. എന്നിട്ടും നടപടികൾക്ക് വേഗം വയ്ക്കുന്നില്ല. ഇനിയിപ്പോൾ കെട്ടിടം തുറന്നു കൊടുക്കണമെങ്കിൽ പോലും അറ്റകുറ്റപ്പണികൾ വേണ്ടിവരും. സാങ്കേതികത്വത്തിന്റെ കുരുക്കഴിയുമോ? ഈ കെട്ടിടം പൊതുജനങ്ങൾക്ക് ഉപകാരപ്രദമാകുമോ? രാഷ്ട്രീയ ഉദ്യോഗസ്ഥ തലത്തിൽ എന്തിടപെടലാകും സാധ്യമാവുക? പൊതുജനം ചോദിക്കുന്നുണ്ട് കഴിഞ്ഞ 9 വർഷമായി. റിബിൻ ജോൺ പാലേരിക്കൊപ്പം നെല്ലറച്ചാലിൽ നിന്നും സുർജിത്ത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. സർക്കാരിന്റെ തന്നെ 2 വകുപ്പുകൾ തമ്മിലുള്ള മൂപ്പിളമ തർക്കത്തിൽ പാഴാകുന്നത് സർക്കാരിന്റെ തന്നെ പണമാണ് എന്ന ബോധ്യം ഉദ്യോഗസ്ഥർക്ക് വേണം എന്നാണ് ജനങ്ങൾ പറയുന്നത്. എത്രയോ പേർക്ക് ഉപകാരപ്പെടേണ്ട കെട്ടിടമാണ് ഈ വിധം നശിക്കുന്നത്. ജനങ്ങൾക്ക് പറയാനുള്ളത് കേൾക്കാം. ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ നല്ലൊരു വ്യൂ ഉള്ള സ്ഥലത്ത് ഇത്രയും മോശമായിട്ടുള്ളൊരു സംഭവം നമ്മളെ മുന്നിൽ തന്നെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ അതൊരു സഹിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണല്ലോ. അപ്പോൾ അത് അധികാരികളുടെ ഭാഗത്തുനിന്ന് എത്രയും പെട്ടെന്ന് അതിനുള്ളൊരു തീരുമാനം ഉണ്ടാവാൻ നമ്മൾ നിങ്ങളോട് പ്രത്യേകം പൊതുജനങ്ങളോടും എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് 2 ഡിപ്പാർട്ട്മെൻറ്റും മാറി വന്ന് TTPCക്ക് ഏറ്റെടുത്തു എന്ന് പറയുന്നു. അതും നമുക്ക് പ്രായോഗികമായിട്ടില്ല. ഇന്നുവരെ പേപ്പർ കൈമാറില്ല എന്നാണ് പറയാൻ കഴിഞ്ഞത്. ഇതിപ്പോൾ നമ്മൾ സാമൂഹ്യ വിരുദ്ധരുടെ അതിക്രമം ഇതിനുള്ളിൽ അഴിഞ്ഞാടുന്നൊരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായിട്ടുള്ളത്. 10 വർഷത്തോളമായി ഇത് DTPCൻ്റെ കീഴിലാണ് നിർമ്മിച്ചത്. ഇതുവരെ ഇവിടെ ഒരു പ്രയോജനമില്ല. ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിലുള്ള പിടിവലിയലാണ്. അവരെ ഏറ്റെടുക്കില്ല, ഇവർ റവന്യൂ വകുപ്പ് വിട്ടുകൊടുക്കില്ല. പിന്നെ ആരെങ്കിലും വന്ന് ഏൽപ്പിച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അതിനൊരു തയ്യാറാകുന്നില്ല. ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ ഇവിടെ വരുന്നൊരു പ്രദേശമാണ്. പാർക്ക് എന്ന നിലയ്ക്കാണ് ഇത് DTPC അന്ന് ഒരു പ്രൊജക്റ്റ് വെച്ചതായിട്ട് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. പക്ഷെ അതൊന്നും നടത്തിയിട്ടില്ല. കാരണം അതിപ്പോൾ ഇതിൻ്റെ ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു ശോചനീയാവസ്ഥ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എത്ര ടൂറിസ്റ്റുകളെ ചെയ്യുന്നവർ ഇവിടെ വരുന്നത് അറിയാം. ഒരു സർക്കാർ ഇത് ഉണ്ടാക്കിയിട്ടൊന്നല്ലാണ്ട് ഒരു ഉപകാരമില്ലാത്ത അവസ്ഥയിലാണുള്ളത്. അപ്പോൾ ഞാനിവിടുത്തെ പ്രദേശവാസി ആയതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതൊന്ന് പ്രവർത്തിച്ച് എടുക്കണമെന്നാണ് പറയാനുള്ളത്. ജോസ്വിൻ ജോസഫ് പറയുന്നത് സംസ്ഥാന സമ്മേളനത്തിന് നമുക്ക് കാണണം ബ്രോ എന്നുള്ളതാണ്. സംസ്ഥാന സമ്മേളനം 28-ാം തീയതിയാണ് നടക്കുന്നത്. ഉച്ചകഴിഞ്ഞ് ജോസ്വിൻ ജോസഫ് എത്തും എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ജോസ്വിൻ എത്തുവാണെങ്കിൽ കാണാം. ജോസ്വിൻ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.